വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ടി.എം. അബൂബക്കർ ഹാജി അവർകൾ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ടാതിഥിയും നമ്മുടെയൊക്കെ പ്രിയങ്കരനുമായ വഖഫ് ബോർഡ് ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് എം കെ സക്കീർ അവർകൾ, മറ്റു വേദിയിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ പരിപാടി കാണാനും കേൾക്കാനും ഇവിടെ എത്തിച്ചേർന്ന സഹോദരന്മാരെ, മഹല്ലിലെ കാരണവന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, നമ്മുടെ ഈ പരിപാടി അഷൈഖ് ചിയ മുസ്ലിയാരുടെയും അഷൈഖ് ഹിഷാം മുസ്ലിയാരുടെയും കൊല്ലം തോറും നടത്തി വരാറുള്ള ഈ മഹത്തായ ആടുനീർച്ചയുടെ പരിപാടി ഇന്ന് ജുമാ നമസ്കാരാനന്തരം മഖ്ബറ സിയാറത്തോടുകൂടി നമ്മുടെ വന്യരായ ഉസ്താദ് അവർകൾ ഇസ്മായിൽ മുസ്ലിയാർ അവർകൾ നിർവഹിച്ചുകൊണ്ട് അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട മഹല്ല് പ്രസിഡന്റ് അബൂബക്കർ ഹാജി അവരുടെ പതാക ഉയർത്തൽ കർമ്മത്തോടുകൂടി ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഒരു സാംസ്കാരിക സമ്മേളനമാണ്. നമ്മുടെ മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ മഹല്ലിലുള്ള എല്ലാവിധ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാഭാവികമാണ്. ഏതൊരു മഹല്ലിലും ഏതൊരു കമ്മിറ്റിയിലും ഏതൊരു സംഘടനയിലും അത്തരം സാഹചര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമായി സംഭവിക്കാറുള്ളതാണ്. എങ്കിൽ പോലും നമ്മളുടെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നമ്മളെല്ലാം ഒത്തൊരുമിക്കണം, സഹകരിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ മഹല്ലിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എന്ത് തന്നെ കാര്യത്തിന് നമ്മൾ മുന്നോട്ട് വന്നാലും അതുമായി സഹകരിച്ചുകൊണ്ട് സാമ്പത്തികമാവട്ടെ മറ്റ് എന്ത് വിഷയങ്ങളാവട്ടെ നമ്മൾ അത് മുന്നോട്ട് വെക്കുന്ന എല്ലാ പദ്ധതികളും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ എല്ലാ പരിപാടികളിലും വിജയത്തിലെത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അതുപോലെ തന്നെ പ്രവാസി സുഹൃത്തുക്കൾ, അവരെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. മഹല്ല് കമ്മിറ്റിയോടുള്ള കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ 1-2 ഗസ്റ്റുകൾ നമുക്ക് വരാനുണ്ട്. അജിത് കളാടി ഉൾപ്പെടെയുള്ള 1-2 പേര്, അതുപോലെ തന്നെ സന്ദീപ് വാര്യര്, അവരൊന്നും ദൂരസ്ഥലങ്ങളിലായതുകൊണ്ട് ചിലപ്പോൾ പരിപാടി അവസാനിക്കുന്നതും എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടി ഇനി 2 ദിവസം കൂടി നമുക്ക് ഈ പരിപാടി നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടിയിലും തുടർന്നുള്ള പരിപാടികളിലും എല്ലാവിധ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം. സാമ്പത്തികമായും മാത്രമല്ല, ശാരീരികമായും മാനസികമായും മനസ്സുകൊണ്ട് കൂടെ നിന്നുകൊണ്ട് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ നീട്ടുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ടി.എം. അബൂബക്കർ ഹാജി അവർകളാണ്. അദ്ദേഹം ഏറെ വർഷങ്ങളായി നമ്മുടെ മഹല്ലിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പലവിധ തിരക്കുകൾക്കിടയിലും നമ്മോട് സഹകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തായ വഖഫ് ബോർഡ് ചെയർമാൻ കൂടിയായ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. വളരെ ലാളിത്യവും വിനയവും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ വളരെ
വളരെ സൗമ്യതയിൽ കൂടി പെരുമാറുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വളരെ കണിശതയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം PSC മെമ്പറായും PSC ചെയർമാനായും ഇപ്പോൾ വഖഫ് ബോർഡ് ചെയർമാനായും ഇപ്പോൾ ഔദ്യോഗിക നിർവഹണത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മഹല്ല് ഖത്തീബ് TM ഗസാലി അവർകൾ, അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ മഹലിന്റെ എല്ലാ പരിപാടിയിലും ഏത് ചെറിയ പരിപാടിക്ക് വിളിച്ചാലും ഏത് വലിയ പരിപാടിയായാലും വളരെ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മളോട് സഹകരിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ സിദ്ദീഖ് ഐലക്കാട് മൗലവി അവർകൾ, അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കാസിം കോയ അവർകൾ, അദ്ദേഹം മുൻ ഹജ്ജ് കമ്മിറ്റി മെമ്പറാണ്. വളരെ ആദരണീയനായ ഒരു വ്യക്തിത്വം കൂടിയാണ്. അത് അദ്ദേഹത്തെ ഞാൻ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ പരിപാടിയുടെ കൺവീനർ കുഞ്ഞുമോൻ ഹാജി, അദ്ദേഹത്തെയും ചെയർമാൻ നമ്മുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ AK സൈനുദ്ദീൻ അവർകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഒരു പേര് ഞാൻ മറന്നുപോയി, അത് VKM ഷാഫി എടപ്പാൾക്കാരനാണെങ്കിൽ കൂടി, അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന എടപ്പാളാണെങ്കിൽ കൂടി അദ്ദേഹം എരമംഗലത്തുകാരനാണ്. നമ്മുടെയൊക്കെ ഏറ്റവും വളരെയധികം വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ്. നമ്മുടെയൊക്കെ വളരെ അടുപ്പത്തോടെ സ്നേഹത്തോടെ നമ്മളോട് കൂടെയുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. വർഷങ്ങളായി ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് സദർ ഉസ്താദ് അബ്ദുറഹ്മാൻ നദ്വി അവർകൾ, ഇർഷാദ് മദനി അവർകൾ, മറ്റു വേദിയിലിരിക്കുന്ന മറ്റു പണ്ഡിതന്മാരെ, ഈ പരിപാടി വളരെ സ്നേഹത്തോടുകൂടി നമ്മോട് സഹകരിക്കാനും കാണാനും കേൾക്കാനും ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മറ്റു കമ്മിറ്റി ഭാരവാഹികളെ, മുത്തഅല്ലിമീങ്ങളെ, എല്ലാവരെയും വളരെ വിനയപൂർവ്വം ആദരപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടെ ഷംസു അവർകൾ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ KPC മെമ്പർ ഷാജി കാളിയത്ത്, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് വളരെ ആദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ മഹല്ല് പ്രസിഡന്റ് TM അബൂബക്കർ ഹാജി അവർകളെ വളരെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എരമംഗലം മഹല്ല് ജമാഅത്ത് പ്രസിഡന്റ് TM അബൂബക്കർ ഹാജി ആമുഖ ഭാഷണം നടത്തുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. രീതിയിലുള്ള വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അധ്യക്ഷ പ്രസംഗം എന്ന് പറഞ്ഞ് കൂടുതൽ സംസാരിക്കുന്നില്ല. അത്യാവശ്യം പറയേണ്ടതെല്ലാം എൻ്റെ സുഹൃത്ത് സെക്രട്ടറി പറഞ്ഞ് ഇനി കൂടുതലായി ഞാനൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ പരിപാടി നമ്മൾ സാധാരണ ഈ നേർച്ചയോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക സമ്മേളനം നടത്താറില്ല. വയത് പറയുക, പിന്നെ സ്വലാത്ത് ദിക്റ് ഹൽക്ക നടത്തുക, അത്ര പരിപാടി ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ യുവാക്കളുടെ നിർബന്ധപ്രകാരം
സാംസ്കാരിക സമ്മേളനം നടത്തുന്നത്. യഥാർത്ഥത്തിൽ സാംസ്കാരിക സമ്മേളനമാണ് മറ്റൊന്നേക്കാൾ കൂടുതൽ വേണ്ടത് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി ഇവിടുന്നുള്ള കാര്യങ്ങളിലെല്ലാം നമ്മളത് ശ്രദ്ധിക്കും എന്ന് കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് അക്ബർ ചെയർമാൻ സക്കീറാവുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. 116 എരമംഗലം അണ്ടനർസയിലെ സാംസ്കാരിക സമ്മേളന വേദി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള വഖഫ് ബോർഡ് ചെയർമാൻ MK ഷക്കീർ സാഹിബ് പ്രസംഗിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എരമംഗലം മഖാം 116ാമത് ആണ്ട് നേർച്ചയുടെ 3 ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടിയിൽ ഒരു ഇനമാണ് ഇന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ച പ്രിയ സുഹൃത്ത് ഹമീദ്, അതുപോലെ തന്നെ പ്രസിഡന്റ് അബൂബക്കർ ഹാജി, സമസ്ത കേന്ദ്ര മുഷവറാംഗം ഇസ്മായിൽ മുസ്ലിയാർ, അതുപോലെ തന്നെ ആദിൽ മുബാറക്, ഉസ്താദ് TM ഗസാലി, എറമംഗലം വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത്, ഷംസു, അജിത് കുളാടി, PT മോഹനും ബാക്കി എല്ലാവരും എത്തിച്ചേർന്നുള്ളൂ. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാഫി, മുൻ ഹജ്ജ് കമ്മിറ്റി അംഗം ഉസ്താദ് കാസിം കോയ, ജലീൽ കീടത്തേൽ, AK മുസ്ലിയാർ, പ്രിയ സുഹൃത്ത് ഷാജി കാളിയത്തെ, അബ്ദുള്ള ഹാജി, ഉമ്മർ മുസ്ലിയാർ കോടത്തൂർ, അബ്ദുള്ള മാസ്റ്റർ, വിനു വീരാൻകുട്ടി, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ സാംസ്കാരിക സമ്മേളനം ഇതിന് നാന്ത്യം കുറിക്കുകയായി. മുൻകാലങ്ങളിലൊക്കെ തന്നെ സാംസ്കാരിക സമ്മേളനം എന്ന രൂപത്തിൽ ഇവിടെ നടത്തപ്പെട്ടിരുന്നില്ല എന്നും സാംസ്കാരിക സമ്മേളനത്തിന് ആവശ്യകത വന്നൊരു കാലഘട്ടമാണെന്നും പ്രസിഡന്റ് സൂചിപ്പിച്ചതിൽ നിന്നും അദ്ദേഹം ഒരുപാട് അർത്ഥങ്ങളും ചിന്തകളുമാണ് നമ്മുടെ ഉള്ളിലേക്ക് എറിഞ്ഞ് തന്നുള്ളത്. കാരണം ജീവിക്കുന്ന ഭൂമികയിൽ ഒരു ഭയപ്പാടും കൂടാതെ, തെല്ലും ഭരണഘടന അവകാശം നഷ്ടപ്പെടാതെ ഒരു മുഖ്യമായ പൗരന്റെ എല്ലാ അവകാശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അതിന് സംഭവിക്കാവുന്ന ചില വ്യതിയാനങ്ങളും ചില ഭീഷണികളും നിലനിൽപ്പിന്റെ ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ തന്നെ നമ്മളെ വലിയ രൂപത്തിൽ ഇന്ത്യയിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടമായതുകൊണ്ട് എല്ലാ സഹൃദയരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് സാംസ്കാരിക സമ്മേളനം എന്ന രൂപത്തിൽ സമന്വയ വേദികളൊക്കെ സൃഷ്ടിക്കപ്പെടേണ്ട കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിം സമുദായം എന്ന രൂപത്തിൽ ഒതുങ്ങി നിൽക്കാതെ മൊത്തം ഇന്ത്യയിലെ എല്ലാ സമുദായങ്ങളും, എല്ലാ മനുഷ്യരും, എല്ലാ പൗരന്മാരെന്ന രൂപത്തിൽ ഒരു ഏകീകൃത സ്വഭാവത്തിൽ, ഏകീകൃത ശബ്ദത്തിൽ ഉയർന്നു വരേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം ചരിത്രങ്ങൾ എന്തെല്ലാം നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നു അതെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പ്രിയപ്പെട്ട കുട്ടികൾ ഇനി പഠിക്കാനിരിക്കുന്നത് ഞങ്ങൾ പഠിച്ചതല്ല. ഞങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ചും എന്തായിരുന്നു ഈ രാജ്യമെന്നും എവിടെ നിന്നാണ് ഈ രാജ്യം ഉണ്ടാക്കിയെടുത്തതൊക്കെ തന്നെ നമ്മൾക്ക് എല്ലാം പഠിക്കാൻ സാധിച്ച ഒരു തലമുറയുടെ ഭാഗ്യം ലഭിച്ചവരാണ് ഞങ്ങളൊക്കെ തന്നെ.
പക്ഷെ ആ ഭാഗ്യം പ്രിയപ്പെട്ട അനുജന്മാർക്ക് കിട്ടാതെ പോകുന്ന ഒരു കാലഘട്ടത്തിന്റെ വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഈ കാലഘട്ടം. ഇന്ത്യ എന്ന മഹാരാജ്യം തികച്ചും അടിമത്തത്തിന്റെ വികൃതിയുടെ പടനിലങ്ങളായിരുന്നു നമുക്കറിയാം. മനുഷ്യനെ അടിമകളായി കച്ചവടം ചെയ്യാൻ വേണ്ടി മൃഗങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയി ഏറ്റവും കരുത്തുള്ള അടിമക്ക് ഏറ്റവും നല്ല സംഖ്യ എന്ന രൂപത്തിൽ നാണയത്തൊട്ടുകൾക്ക് വേണ്ടി മൃഗങ്ങളെ വിൽക്കുന്നത് പോലെ മനുഷ്യരെ വിറ്റിരുന്ന ഒരു നാടായിരുന്നു ഇന്ത്യ. അതുകൊണ്ട് തന്നെ വിദേശത്തുള്ള പലവരും ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ ഇന്ത്യ രാജ്യം പോലെ മഹാരാജ്യത്ത് ഏറ്റവും സൗകര്യപൂർവ്വം ആർക്കും വന്ന് ഏത് തരത്തിലുള്ള വിധേയത്വവും നൽകുന്ന ഒരു ജനതയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായി ഒട്ടനവധി പേർ ഇന്ത്യയിലൂടെ നടന്നു പോയിട്ടുണ്ട്. എത്ര വൈദേശിക വിഭാഗക്കാരാണ് നമ്മൾ ഇന്ത്യയിലേക്ക് വന്ന് നമുക്ക് അറിയാം. അത് മുസ്ലിം വിഭാഗക്കാരോ ഹിന്ദു വിഭാഗക്കാരോ രാജാക്കന്മാരുടെ വർണ്ണങ്ങളൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരാലും വേണ്ടില്ല. അവസാനം പോർച്ചുഗീസുകാർ വന്നു, മുഗളന്മാർ വന്നു, അലക്സാണ്ടർ ചക്രവർത്തി ആണെങ്കിൽ വന്നിട്ട് മൂപ്പര് 4-5 പ്രാവശ്യം വന്ന് തിരിച്ചുപോയി അവസാനം പനി പിടിച്ച് കടലിൽ വെച്ച് തന്നെ ന്യൂമോണിയ ബാധിച്ച് മരിച്ചില്ലെങ്കിൽ മൂപ്പര് നമ്മളെ ഭരിക്കുമായിരുന്നു. ഈ അലക്സാണ്ടർ ചക്രവർത്തികൾ കുഴപ്പമെന്ന് വെച്ചാൽ മൂപ്പർക്ക് ഈ കുടുംബത്തിലെ പ്രശ്നം ഈ ഹോം സിക്നെസ് കുറച്ച് കൂടുതലാണ്. അപ്പം ഒരു വെള്ളക്കുതിരയുമായി ഇങ്ങനെ പാഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് ചക്രവർത്തിക്ക്. മൂപ്പർ എവിടെയാണ് കുതിര പോകുന്നത് അവിടെയൊക്കെ തന്നെ മൂപ്പർ രാജ്യമായി ആ കുതിരയുടെ കാൽപ്പാടുകളൊക്കെ തന്നെ തൻ്റെ രാജ്യത്തിൻ്റെ അടയാളങ്ങളാണെന്നും അധികാരത്തിൻ്റെ സ്ഥാനങ്ങളാണെന്ന് ഊട്ടി ഉറപ്പിക്കപ്പെടുന്ന യാത്രയാണ് രാജകീയമായ യാത്ര, ഒരു അധിനിവേശത്തിൻ്റെ യാത്ര, ഒരു പിടിച്ചെടുക്കലിൻ്റെ യാത്ര അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ മൂപ്പരിങ്ങനെ വന്നിട്ട് കുറച്ച് ദിവസം കുറെ പ്രദേശം കൈയടക്കി വെച്ചു. അപ്പൊ മൂപ്പർക്ക് തോന്നി കുടുംബത്തിലേക്ക് പോകണം. ഉമ്മ, അമ്മ, പെങ്ങന്മാര്, ഭാര്യയെ കാണണം തോന്നി തിരിച്ചുപോയി. കുറെ കഴിഞ്ഞപ്പോൾ അവിടെ വീണ്ടും തോന്നി എനിക്ക് ഇനിയും ഇന്ത്യയിൽ കുറെ ഭാഗം പിടിച്ചെടുക്കാന്ന് വീണ്ടും വരികയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് പോകും. അപ്പോഴൊക്കെ കുറേശ്ശെ പിടിക്കും, കിട്ടിയതൊക്കെ തന്നെ ഉപേക്ഷിക്ക് പോകും. അവസാനം പുറപ്പെടുന്ന സമയത്ത് യാത്രാ മധ്യേ പനി പിടിക്കുകയും അത് ന്യൂമോണിയ ബാധ മാറുകയും പകുതി വഴിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്യാണ്. എന്താണ് യാത്ര? മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ കീഴടക്കാനുള്ള, മറ്റൊരു രാജ്യം കീഴടക്കാനുള്ള അധിക സമ്പത്തുള്ള ഒരു വലിയ രാജാവിന്റെ അനാവശ്യമായ യാത്ര. ആ അനാവശ്യമായ യാത്ര കൊണ്ടെത്തിച്ചത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ജീവൻ ഏൽപ്പിച്ചു കൊടുത്താണ്. അപ്പൊ ആ ഒരു അലക്സാണ്ടർ ചക്രവർത്തി കഴിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ തന്നെ യഥേഷ്ടം ഇവിടെ വന്നു. ഒരു പായക്കപ്പലിൽ ഈ കാപ്പാ കടപ്പുറത്തും അപ്പൊക്കെ തന്നെ ആടി ഉലഞ്ഞ കപ്പൽ പതുക്കെ വന്നുപെട്ട പോർച്ചുഗീസുകാരും അല്ലാതെ വന്ന ബ്രിട്ടീഷുകാരും നമ്മളെ ഭരിച്ചു കൃത്യമായി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചപ്പോൾ അവർ വിചാരിച്ചിട്ടൊന്നുമില്ലല്ലോ ഇവിടെ കമ്പനി രൂപീകരിക്കപ്പെടുന്നുള്ള വേറെ കമ്പനി രൂപീകരിച്ചു. പിന്നെ ബ്രിട്ടീഷ് രാജ്ഞി അവർക്ക് അധികാരങ്ങൾ കൊടുത്തു, അവരെ ഇവിടുത്തെ കോടതി രൂപീകരിച്ചു. അങ്ങനെ സുഗമമായി നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടിക്കൊണ്ട് ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന ഒറ്റ വാക്ക് നമുക്ക് വേണമെന്ന് ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായി അണിനിരന്ന് നേടിയതാണ് നമ്മൾ ഈ ഇരിക്കുന്ന സ്വാതന്ത്ര്യം. ഇങ്ങനെ കൂടിയിരിക്കാനും പ്രസംഗിക്കാനും കേൾക്കാനും സാംസ്കാരിക സമ്മേളനം നടത്താനും പള്ളി നിർമ്മിക്കാനും പള്ളിയിൽ ഭക്തിപരമായ പ്രവർത്തനങ്ങൾ നടത്താനൊക്കെ സാധിക്കുന്നത് ഈ നേടിയെടുത്ത പോരാട്ടത്തിന്റെ അന്തിമ ഫലമായിട്ടുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രമാണ്. അങ്ങനെ നേടിയെടുത്ത ഈ രാജ്യത്തിന്റെ വില നമ്മൾ എത്രയാണ് പരിശോധിക്കേണ്ടത്? ആദ്യം ഈ രാജ്യത്തിന് വേണ്ടി മരിച്ച വ്യക്തി ആരാന്നറിയാലോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, അതിന്റെ മുറിവുകൾ ഉണങ്ങുന്നതിന് മുമ്പ് മരിച്ച വ്യക്തി ആരായിരുന്നു?
മഹാത്മാഗാന്ധിയായിരുന്നു. ഈ മഹാത്മാഗാന്ധി എന്തിനാ മരിച്ച സമയത്ത് എന്താ പറഞ്ഞത്? നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഈ ഗോഡ്സെയും ബാക്കിയുള്ളവരൊക്കെ ആകെ രാമരാജ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാത്മാഗാന്ധി നടക്കുക. രാമഭജനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. അതുകൊണ്ട് ഈ അഹിന്ദു ഹിന്ദു എന്ന രൂപത്തിലല്ല അത് സംഭവിച്ചത്. മറിച്ച് ഇന്ത്യ എന്ന രാജ്യം മൊത്തം, ബംഗ്ലാദേശും പാകിസ്ഥാനും ഉൾപ്പെടെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു മഹാരാജ്യം അത് അതേപടി നിലനിൽക്കണം എന്നവർ വാദിച്ചുകൊണ്ടാണ്. ആ വാദിക്കുന്നതിന് മഹാത്മാഗാന്ധി എതിരായിട്ടില്ല, മറിച്ച് വിഭജനം അങ്ങനെ സംഭവിച്ചു പോയപ്പോൾ അതിന് കാരണക്കാരൻ മഹാത്മാഗാന്ധിയാണെന്ന് പറഞ്ഞിട്ട് ആരോ പറഞ്ഞ പോലെ പതുക്കെ ഒന്ന് വെടിവെച്ചു കൊന്നു എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധിയെ പതുക്കെ ഒന്ന് വെടിവെച്ചു കൊന്നിട്ടാണ് ആദ്യത്തെ രക്തസാക്ഷിയായത്. അങ്ങനെ നമ്മൾ ആദ്യം മുതൽക്ക് തന്നെ ഒരുപാട് വേദനകൾ അനുഭവിച്ച് അതിന്റെ ഗുണഫലം അനുഭവിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾക്ക് യാതനകൾ ക്ഷണിച്ചു വരുത്താനോ യാതനകൾ അനുഭവിക്കാനുള്ള ശക്തി നമുക്കില്ല. കാരണം തലമുറകളെ നമ്മൾ കുറെ അനുഭവിച്ചു കഴിഞ്ഞു. എത്ര തലമുറകൾ, ചെറിയ തലമുറ ഒന്നുമല്ല, ഒരുപാട് തലമുറകളെ ഒരുപാട് അനുഭവിച്ച സ്ഥിതിക്ക് രണ്ടാമതൊരു പീഡനം അനുഭവിക്കാൻ ശാരീരികമായോ മാനസികമായോ നമുക്ക് കെൽപ്പില്ലാത്തത് കൊണ്ട് എന്താണ് അതിനെ ചെറുത്തു നിൽക്കാനും അതരുത് എന്ന് പറയാനുള്ള പൊതുപ്രസ്ഥാനമാണ് രൂപപ്പെടേണ്ടത്. അത്തരത്തിലെ പൊതുപ്രസ്ഥാനത്തെ രൂപപ്പെടേണ്ടതിന്റെ ഭാഗമായാണ് നമ്മൾ സാംസ്കാരിക സമ്മേളനങ്ങളൊക്കെ തന്നെ വിളിച്ചു ചേർക്കുന്നത്. ഇപ്പോൾ ഇവിടെ വരാനിരിക്കുന്ന PT അജയമോഹനാണെങ്കിലും അജിത് കോളാടി ആണെങ്കിലും അവരൊക്കെ തന്നെ ഒക്കെ പറയാനുള്ളത് ഏകോദര സഹോദരന്മാരായി ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകണം എന്നാണ്. ഇപ്പൊ അനിൽ ചേലേമ്പ്ര എന്ന് പറഞ്ഞ കാലി മലയാളം യൂണിവേഴ്സിറ്റിയുടെ ഒരു വൈസ് ചാൻസലർ ഒരു പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഉസ്താദ് ആ ട്രെയിനിൽ നിന്ന് ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് നമസ്കരിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഒരു ഫാമിലി വളരെ ഭീകരമായി അതിനെ ചിത്രീകരിക്കുകയാണ്. അതെന്തൊക്കെ കുഴപ്പമിവരൊക്കെ എന്താ മദ്രസകളിലൊക്കെ തന്നെ തീവ്രവാദങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ട്രെയിനിലൊക്കെ തന്നെ നിസ്കരിക്കുന്നു, എന്താണ് പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ആ അനിൽ ചേലേമ്പ്ര എന്ന വ്യക്തി കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ജീവിക്കുന്നത് ചേലേമ്പ്ര എന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പിൻഭാഗത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ ഗ്രാമത്തിൽ ഒരു കാരണവശാലും പരസ്പര ബന്ധത്തിന് ഒരു പെശകും സംഭവിക്കാതെ അവിടെ ആ പ്രദേശത്തേക്ക് തിരുവനന്തപുരം ഭാഗത്തു നിന്നും കോട്ടയം കൊല്ലം ഭാഗത്തു നിന്ന് സർക്കാർ ജോലിക്കായി ഇപ്പൊ അടുത്ത കൊല്ലം ട്രാൻസ്ഫർ കിട്ടി തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകണമെന്ന് വരുന്ന തിരുവനന്തപുരം ഭാഗത്തുള്ള ജീവനക്കാർ ഇവിടെ വന്ന് പെട്ടതോടുകൂടി ആ സ്നേഹസാമീപ്യത്തിന്റെ ആ ഊഷ്മളതയുടെ ആ ബന്ധത്തിന്റെ ഗുണം മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു പോകുന്നില്ല, ഞങ്ങൾക്ക് ഒരു 5-10 സെന്റ് നിങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളെ ഞങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു സംരക്ഷണ ബോധവും സംരക്ഷണ നിലപാടും എടുക്കുന്നവരാണ് ആ പ്രദേശത്തുള്ളവർ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായി മൂപ്പര് പരമാവധി ക്ലാസ് എടുത്ത് കൊടുക്കുക. അപ്പൊ അനിൽ ചേലേമ്പ്ര പറയുന്നത് അങ്ങനെ ഞാൻ കിട്ടാവുന്നവർക്കൊക്കെ കുറേശ്ശെ പറഞ്ഞു കൊടുക്കും. എന്നാലും ആയിരക്കണക്കിന് പേർക്ക്, വലിയ ശതമാനം പേർക്ക് ഇപ്പോഴും തിരിച്ചറിയാത്ത ഒരു ധാരണ എന്തൊക്കെ ഭീകര പ്രസ്ഥാനങ്ങൾ ഇതിന്റെ പിന്നിൽ ഉടലെടുക്കുന്നു എന്നുള്ളതാണ്. അതൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കണമെങ്കിൽ ഈ എരമംഗലം പ്രദേശത്തും മറ്റെല്ലായിടങ്ങളിലും ഉണ്ടാകുന്ന സൗഹൃദാന്തരീക്ഷങ്ങൾ കുറേ വികസിപ്പിച്ചെടുക്കാൻ മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്കറിയാം പള്ളി ഭാരവാഹികളൊക്കെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ നല്ല സജീവമായ രാഷ്ട്രീയത്തിലും നിലനിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അത് അതേപടി ഉണ്ടാകുമ്പോഴാണ് അവരെ ഈ ഭരണത്തിന്റെ മികവ് മറ്റു പ്രദേശത്തിലേക്കും ഉണ്ടാകുന്നത്. പിന്നെ വഖഫ് ബോർഡ് ചെയർമാൻ എന്ന രൂപത്തിൽ പറയാനുള്ളത് തർക്കങ്ങൾ അവസാനിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ മഹല്ലുമായി ബന്ധപ്പെട്ട
അതുമായുള്ള തർക്കം രൂപാന്തരപ്പെടുത്തി അതിൻ്റെ വിമർശനങ്ങൾ ഏറ്റവും നല്ല ഭാഷയിൽ എഴുതുന്ന നിരൂപണ സാഹിത്യം ഏറ്റവും കൂടുതൽ ഉടലെടുക്കുന്നത് ഈ മഹലിൽ നിന്നാണ് നമുക്കറിയാം. ഈ വാട്സപ്പ് എന്ന സംഭവത്തിൽ ആ മലയാള ലിപി അതിനെ വാട്സപ്പിൽ അത് സാധ്യമായ കാലഘട്ടം മുതൽ എന്താണ് സാഹിത്യം എന്നറിയും. എനിക്കൊക്കെ തന്നെ അങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് സാഹിത്യം. വളരെ കൃത്യമായി നല്ല അടിപൊളി ഭാഷയിൽ അത് കണ്ടു കഴിഞ്ഞാൽ അപ്പ മഹല്ല കമ്മിറ്റിക്കെതിരെ നടപടിയെടുക്കണമെന്ന് തോന്നും വിധം ഗംഭീരമായ ഹർജികൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സത്യത്തിൽ ഈ നിരൂപണ സാഹിത്യം ഒന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഭരിക്കുന്നവർ ഭരിക്കട്ടെ, അവർ കുടുംബത്തിലേക്കൊന്നും കൊണ്ടുപോകാനൊന്നുമല്ലല്ലോ ഭരിക്കുന്നത്. അവരുള്ള സമയം ഈ മഹലിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഉപദ്രവിക്കാതെ, എപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കാതെ ഒരു സ്വയം വിമർശനവും ഉപദേശങ്ങളൊക്കെ നമുക്ക് ആവണം. അതുകൊണ്ട് സഹായകരമായ നിലപാടാണ് മഹല്ല അംഗങ്ങൾ എടുക്കേണ്ടത്. അല്ലാണ്ട് ഭരിക്കുന്നവരെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് പോക്കല്ല. ഇന്നലെ പോലും എനിക്ക് ഒരു കോള് വന്നു, ഈ പരിപാടി അവിടെ ആകെ കുഴപ്പമാണ്, കമ്മിറ്റി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമീദിനോടും സേനോടും ഒന്ന് തമാശക്ക് ചോദിച്ചു, പരിപാടി മാറ്റി വെച്ചു. അപ്പോൾ അടിച്ചു വിടുകയാണ്, ഇങ്ങനെ പള്ളി കമ്മിറ്റി പിരിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നത് വലിയൊരു അപകടം പിടിച്ച ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് ചെറിയ ചെറിയ ഈ കൊച്ചു കൊച്ചു ബോംബുകൾ പൊട്ടിക്കാൻ കഴിയുമെന്ന് പറയാം. അപ്പം അതുകൊണ്ട് തർക്കമില്ലാതെ തർക്കരഹിതമായി മുന്നോട്ട് പോകണം. തർക്കം ഉന്നയിക്കുന്നവർ പ്രിയരെ, നിങ്ങൾ തർക്കങ്ങൾക്കൊരു വിശ്രമം കൊടുത്തുകൊണ്ട് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പിന്തുണ കൂടി ഈ ഭരണസമിതിക്ക് നൽകേണ്ടതുണ്ട്. ഇവിടെ മറപ്പെട്ടിട്ടുള്ള മർഹൂം ഷേഖ് ചിയാം അവറുകൾ, ഇതുപോലെ തന്നെ ഹിഷാം തന്നെയാണ്, ഹിഷാം മുസ്ലിയാരും ചിയാമ മുസ്ലിയാരുടെ 116ാമത്തെ ആണ്ട് നേർച്ചയിൽ ബന്ധമാണ്. ഈ ഒരേ തരത്തിൽ എന്താണ് വന്നല്ലോ എനിക്കറിയില്ല. 116 വരാൻ കാരണം രണ്ടുപേരും ഒരേ വർഷത്തിൽ മരണപ്പെട്ടതാണ്. പക്ഷെ രണ്ടും നോട്ടീസിൽ എഴുതിയുള്ളത് രണ്ടുപേരോട് ചേർന്നിട്ടുള്ള 116ാമത്തെ ആണ്ട് നേർച്ച എന്ന രൂപത്തിലാണ്. ഒരു പക്ഷേ അന്നത്തെ കാലത്തെ തെളിവുകളൊന്നും സംസാരിക്കാനില്ലാത്തത് കൊണ്ട് ഒരു നിശ്ചിത കാലഘട്ടത്തിനെ ഒരു ആദ്യ കാലഘട്ടമായി നിശ്ചയിച്ചുകൊണ്ടായിരിക്കാം. എന്തുകൊണ്ടാലും 116ാമത്തെ ആണ്ട് നേർച്ചയുടെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് മറ്റു പ്രിയപ്പെട്ടവരാണ് സംസാരിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരുടെ സമ്പത്തോട് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. സാമൂഹിക സാംസ്കാരിക രംഗത്ത് സുപ്രഹമായ കൂടുതൽ സേവനം ചെയ്യാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാംസ്കാരിക സമ്മേളനത്തിൽ അടുത്തതായി ബഹുമാനപ്പെട്ട കാസിം കോയ ഉസ്താദ് പ്രഭാഷണം നടത്തുന്നു. 12 വർഷകാലം ഹജ്ജ് കമ്മിറ്റി മെമ്പറായി സർക്കാരിൽ നിന്ന് പ്രതിഫലം സ്വീകരിക്കാതെ സേവനം ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ പ്രഭാഷണത്തിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين. إن الله مع المتقين. اللهم صل وسلم على نبيك البصير الداعي إليك بإذنك السراج المنير. أغثنا يا رسول الله صلى الله عليه وسلم. أمرنا يا رسول الله صلى الله عليه وسلم. الشفاعة يا رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. ബഹുമാനം ആദ്യം നിറഞ്ഞ അധ്യക്ഷൻ, വർഷങ്ങളായി നമ്മുടെ മഹലിൻ്റെ എരമകല മഹലിൻ്റെ വളരെ സുദീർഘമാക്കണം പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു ദീറാസും ആഫിയത്ത് കുടുംബത്തും അള്ളാഹു കൊടുക്കുമാറാവട്ടെ. അവരുടെ ജനറൽ സെക്രട്ടറി, മറ്റുള്ള ഭാരവാഹികൾ, ഉദ്ഘാടനം ചെയ്തതിൻ്റെ എല്ലാമായ ബഹുമാനപ്പെട്ട സഹോദരൻ തുല്യത നാം അഡ്വക്കേറ്റ് വഖഫ് ചെയർമാൻ സക്കീർ സാഹിബ്,
നമ്മുടെ സാഫി ഉസ്താദ് എയിലക്കാട്, നമ്മുടെ മുഹമ്മദ് ഖത്തീബ് ഉസ്താദ്, കുഞ്ഞുഹാജി, നമ്മുടെ മറ്റുള്ള സഹോദരന്മാരെ കൂടുതലാണെന്ന് പറയുന്നില്ല. ഉള്ളത് സ്വാഗത പ്രസംഗത്തിലും 2 വാക്ക് അധ്യക്ഷ പ്രസംഗത്തിലും വിശദീകരിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ മനസ്സിലാക്കിയിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ എല്ലാവർക്കും ഷെയ്ഖ് വലിയുല്ലാഹി ബഹുമാനപ്പെട്ട ഞാൻ കുട്ടിക്കാരാണ് ചെയ്യാം റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാനവരുടെ അടുത്ത് വഫാത്തിന്റെ സമയം വരെ വന്നിട്ടുണ്ടായിരുന്നു. അത് മഹാനവകൾ വല്ലാത്ത എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. അത്രയും കറാമത്തിന് ദൃഷ്ടാന്തമുള്ള മഹാനായിരുന്നു. നമ്മുടെ നൗസാദ് സാഹിബുണ്ട് ഇവിടെ. അല്ല പോവാൻ അപ്പോ ഒരു വഫാത്തിന് സമയം വരെ നമ്മൾ വന്നു പോയിക്കൊണ്ടേയിരിക്കും. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടാനും കുടിക്കാനും ദൃഷ്ടം കാണാനും ഒരുപാട് ദൃഷ്ടം അനുഭവിച്ചതാണ്. അത് നമുക്ക് വല്ലാത്ത പ്രചോദനം നൽകിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നതിൽ എല്ലാവർക്കും അറിയുന്ന കാര്യം, ഇരമലർത്തേക്ക് അറിയാം, പടിഞ്ഞാറനാടിക്കാർക്ക് അറിയാം, മഹാന്റെ ദർശനം കയറാൻ ആയിക്കോട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയുടെ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട ചെയർമാൻ്റെ ഒരു വാക്ക് എല്ലാ മേഖലയിലുമുണ്ട്. ഈ ഫിത്ന പ്രസാദമില്ലാതെ ഒരു മഹലും ഇല്ല. മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്ഥിതി എവിടെ നോക്കിയാലും വിഷയത്തിന്റെ ചെറിയ അംശങ്ങളൊക്കെ ഉണ്ട്. ശ്രദ്ധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിലോ മാന്യമായ വ്യക്തിത്വങ്ങൾക്ക്, അതായത് ശരിക്കും അതിന് ഉൾക്കൊണ്ട് ചെയ്യുന്നവർക്കും മാനസികമായി തകർക്കുന്ന, തരിപ്പണമാക്കുന്ന, മറ്റുള്ള എന്തിനാണെന്ന് എങ്ങനെ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ പ്രവർത്തിക്കേണ്ടതെന്നുള്ള അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒരു മുടിയിനാല് കുടിങ്ങനെ ഇങ്ങനെ കാർഗുരുത എപ്പോഴും അസ്വസ്ഥ ഉണ്ടാക്കുന്നവർ. ഒരു കാര്യം മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസിന്റെ ഖാദിമായിരുന്നു, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിവാരനായിരുന്നു. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം പള്ളിയിൽ വന്ന് ഖുദ്സിൽ വന്നപ്പോൾ മെഹ്റാബിന്റെ ഭാഗത്ത് അവിടെ മലം കഴിക്കുന്നു. ഒരു ജൂതനായിരുന്നു ചെയ്തത്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ കൈകൊണ്ട് ആ മല വൃത്തിയാക്കുന്ന രംഗം. ഇതാണ് നമ്മൾ പള്ളി മഹല്ലിക മറ്റു ശ്രദ്ധിക്കേണ്ടത്. എല്ലാം ഉണ്ടാകും. അത് നമ്മൾ വ്യക്തമായി സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നീചമായ മലത്തെ എടുത്ത് അവിടെ കഴുകി ശുദ്ധീകരിച്ച് പള്ളി മുഴുവൻ ഖുദ്സ് പള്ളി ബൈത്തുൽ മുഖദ്ദസ് എന്ന പരിശുദ്ധമായ പള്ളി മുഴുവനും കഴുകി വൃത്തിയാക്കിയെങ്കിൽ ആ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊന്നതാരാണ്? ജൂതന്മാരല്ലേ? യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊന്നതാരാണ്? ജൂതന്മാരല്ലേ? എത്ര അമ്പിയാക്കൾ അവർ കൊന്നുകഴിഞ്ഞു, എത്ര ആളെ കൊന്നെടുക്കി. ഇപ്പോഴും ചെറിയ സമാധാനം ഉണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? നമുക്കറിയാം, ഇന്ന് ഏറ്റവും ഭൂമിയെ സംബന്ധിച്ച് സന്തോഷിക്കേണ്ടവരാണ് ഇടതുപക്ഷ സഹയാത്രികനായ ഒരു പ്രഗത്ഭനായ ഇന്ത്യ വംശജനായ ന്യൂയോർക്കിൽ ഒരു മേയർ ആയെങ്കിൽ, ഒരു മുസൽമാനായെങ്കിൽ അത് ചരിത്രം വ്യക്തമായി പറയുകയാണെങ്കിൽ ലോകം അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാവരും ഉണ്ട്. ജൂതന്മാർ വോട്ട് ചെയ്തിട്ടുണ്ട്, ക്രൈസ്തവർ വോട്ട് ചെയ്തിട്ടുണ്ട്, സിഖുകാർ വോട്ട് ചെയ്തിട്ടുണ്ട്, ഹൈന്ദവർ വോട്ട് ചെയ്തിട്ടുണ്ട്, മുസ്ലിം വോട്ട് ചെയ്തിട്ടുണ്ട്. ആ
ശക്തമായ നിലക്ക് മുന്നേറ്റ ഒരു മേയർ ലോകത്ത് അമേരിക്കൻ നെബിങ്ങിൽ ട്രംപിനെ പോലും ഉറക്കം കെടുത്തി ലോകത്തെ എല്ലാ രാഷ്ട്രീയമാരും ഉറക്കം കെടുത്തിയൊരു ഒരു CPM-ന്റെ പാർട്ടിയുടെ ഒരു പ്രഗത്ഭനായ ഒരു അമേരിക്കനാണ് അവിടെ മേയറായി വന്നിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു പാടാണ്. എന്താണ് നേരത്തെ ബഹുമാനപ്പെട്ട സെക്രട്ടറി പറയും, വിനയത്തിന് വിധേയത്തിലുള്ള ഉടമയാണ് നമ്മുടെ സെക്രട്ടറി സാഹിബ്. അത് ഹക്കാണ്. വിനയം വിധേയം കണ്ടു മനസ്സിലാക്കിയ സ്വഭാവം നിന്നാണ്, എൻ്റെ മാണിക്കകല്ലിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ എനിക്കത് ഉൾക്കൊള്ളാൻ ഇങ്ങനെയുള്ള ആളുകൾ ഉയർന്നു വരും, അവർ പറയും സ്വീകരിക്കും. അതൊരു അസ്ഹാബുൽ കിറാമിനെ സ്വീകരിച്ചത് നമ്മൾ അനുഭവങ്ങളാണല്ലോ. കേരളത്തിൽ എങ്ങനെ ഉണ്ടായത്? അവരുടെ വിനയം വിധേയത്വമാണ് ഈ ലോകത്ത് എല്ലാവരും പ്രശ്നമാർക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉയർച്ച ഒക്കെ ശുദ്ധീകരണശാലാവുന്നത് നമ്മുടെ വിനയമാണ്. അഹങ്കരിച്ച് എവിടുക്കാൻ പോകുന്നത്? മനസ്സിന് ഏറ്റവും ഈഫായ വസ്തുവാണ് മനസ്സ്. ആ മനസ്സിനെ ചീർച്ചയാക്കുന്നതും വലുതാക്കുന്നതും നന്നാക്കുന്നതും ഒക്കെ അല്ലേ? ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കണം, ഞാനൊക്കെ പഠിക്കേണ്ടതാണ്. ഈ മനസ്സിന്റെ അഹങ്കാരമാണ് വെടുക്കാക്കുന്നത്, തനിക്കാക്കി വെടുക്കാക്കുന്നത്. മനസ്സ് അഹങ്കരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് കടക്കല്ല. ഇബ്ലീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഓൻ അഹങ്കരിച്ചു, സത്യത്തെ നിഷേധിച്ചു. ആ ഒരൊറ്റ കാരണം ഇബ്ലീസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്താക്കി. നമ്മളൊക്കെ ലഅനത്തുല്ലാഹി അലൈഹി ഖിയാമത്ത് നാൾ വരെ ലഅനത്തുല്ലാഹി അലൈഹി. അവൻ തുടങ്ങിക്കോ ഈ ലോകത്ത് ഭരിച്ചുകൊണ്ട് കാറൂൻ, ഫിറഔൻ, ഹാമാൻ, അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, ഇതൊക്കെ റഹ്മത്തുൽ ആലമീൻ സൃഷ്ടിച്ചവരാണ്, റഹ്മത്തുൽ ആലമീനാണ്, അമീനാണ്. അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്തൊക്കെ പറഞ്ഞില്ലേ? അബ്ദുള്ളയുടെ മകൻ എന്താണ്? റഹ്മത്തുൽ ആലമീനാണെങ്കിൽ അമീനാണ്, സത്യസമായ പൊന്നുമോനാണ്. വിഷയം അവർ തൊഴിലേക്ക് നോക്കുമ്പോ അവർ അംഗീകരിച്ചു. ഇബ്ലീസും പിന്നെ കുടുംബത്തെ പൊന്നുമോന കൃഷ്ണമണിയായ ലോകത്ത് ഏറ്റവും റഹ്മത്തുൽ ആലമീൻ അസ്റഫുൽ ഖൽഖ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമീൻ എന്ന് പറഞ്ഞ് സൂചിപ്പിച്ച മക്ക മുശ്രിക്കുകൾ ഖുറൈശ് മുഴുവൻ അംഗീകരിച്ച തൗഹീദിലേക്ക് കടന്നു നോക്കുമ്പോൾ അഹങ്കരിച്ചു, എത്തി മുസ്കിനാക്കുന്ന നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല, നേതാവാക്കി കൊണ്ട് നടത്തുന്നില്ല. അതാ ഒറ്റക്കാണ്. അവൻ അവന്റെ വഴിക്ക് പോയി. ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കണം, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം. മരണത്തെ പറ്റി എപ്പോഴും ചിന്തിക്കണം. മൗത്ത് ഏത് സമയത്ത് മൗത്താകാം, ഏത് നിമിഷം യാത്രക്കാരനാണ്. നമ്മൾ ആരും ഇവിടെ ആർക്കുമില്ല. നാളെ എന്നൊരു പദമില്ല, എന്നാൽ കഴിഞ്ഞുപോയി. ഇന്ന് എന്ത് സംഭവിക്കുന്നു ഒന്നും പറയാൻ കഴിയില്ല. ഇല്ല. ഇവിടുന്ന് നിമിഷം കഴിഞ്ഞാൽ ഖബറിലേക്കാണോ അതല്ല മറ്റൊരു ഭാഗത്തേക്കാണോ ഒന്നും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. സർവ്വാധിപന അല്ലാഹുവാണ് എല്ലാം മുഴുവൻ. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, മഹാന്മാരെ ഔലിയാക്കൾ വല്ലാത്ത മഹാരഥങ്ങളാണ്. ഇവിടെയുള്ള ലോകത്തെ എല്ലാ ഔലിയാക്കളും അല്ലേ? ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നത് അത് നബിയാണെന്നും ഒലിയാണെന്ന അഭിപ്രായമുണ്ട്. ഖിദർ നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാം ജീവിതം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അമ്പിയാക്കൾക്കും അമ്പിയാക്കളുടെ ഒരു ഒലിയുണ്ട്, ഒരു നേതൃത്വം കൊടുക്കുന്ന ഒലിയുണ്ട്. കാലഘട്ടത്തിൽ ഒരു ഒലി ഉണ്ടാകും, ആ പ്രദേശത്തുണ്ടാകും. അവരാണ് സത്യത്തിൽ പറയുന്നതെങ്കിൽ ഈ നാടിനെ വളരെയധികം സന്തോഷമായി നിയന്ത്രിക്കുന്നത് അവർ തന്നെയാണ്. ഇവിടെയുള്ളത് ഇസാം സല്ലി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാഹി അലൈഹി, ആ മഹാരഥങ്ങളാണ് ഇവിടെ ഈ എരമംഗലം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടോട്ട് പെരുമ്പുഴ കുഞ്ഞു ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, സ്വൽപ്പം അങ്ങോട്ട് കഴിഞ്ഞാൽ അയിലക്ക സിറാജ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുന്ന് സ്വൽപ്പം പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയാപ്പ അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി, സ്വൽപ്പം കക്കൽപുറം ബഹുമാനപ്പെട്ട കക്കൽ ഷെയ്ഖ് ഹബ്ബുർ റസൂൽ ഷെയ്ഖ് അബൂബക്കർ റഹ്മത്തുള്ളാഹി അലൈഹി. പൊന്നാനിക്ക് പിന്നെ പറയാനില്ല. أول سيد المخلوقات قدس سيد الحيدروسي والطاو شيخ محمد القادري سيد خواجة حسين خندر دارم قطر وصل شيخ إبراهيم شيخ محمد الله عليه زيارة مولي أمدوش شيخ إبراهيم خواجة محمد ولي الله أولياء كربل ديني بروش سلام قدس من القرآن تواليك سبحان الله. അടുത്ത് നോക്കുമ്പോൾ റഹ്മത്തുള്ളാഹി ഹബ്ബുർ റസൂൽ ഉമർ ഖാദി പാപ്പ. ഓരോ ഗ്രാമത്തിന്റെ പേര് പ്രസിദ്ധിയാകുന്നത്, ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഔലിയാക്കളെ കൊണ്ട് തന്നെയാണ്. ഒരു മുസ്ലിം ഒരു ഉഹ്റവി ആലിം അവിടെ ഉണ്ടെങ്കിൽ ആ ആലിം
റഹ്മത്തുള്ളാഹി ദർശനത്തിൽ കരിങ്കപ്പാറ ഉസ്താദ്. ആ കരിങ്കപ്പാറ ഉസ്താദിന് ഒരു കരിങ്കപ്പാറ അറിയുന്നത് എന്താണ്? കരിങ്കപ്പാറ കൊണ്ടാണ്. ചാപ്പരങ്ങാടി അറിയുന്നത് മാപ്പൂരെ കൊണ്ടാണ്. ഓരോ ഗ്രാമം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, പക്ഷെ മരിച്ചു അറിയില്ല. ഔലിയാക്കൾ ക്രിയാമെന്നാൾ വരുമ്പോൾ ഇത്രയും പറയുന്നത് ഈ സ്റ്റേജ് അനുവദിച്ച ഈ മഹല്ല് കമ്മിറ്റിക്ക് എല്ലാ ആശം അർപ്പിച്ചുകൊണ്ട് ദ്വാവസീയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സാംസ്കാരിക വേദിയിലെ മുഖ്യാതിഥി നൗഷാദ് അലി സാഹിബിനെ ആദരപൂർവ്വം പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ഈ വേദിയിലുള്ള ബഹുമാന്യരെ അഡ്വക്കേറ്റ് സക്കീർ സാഹിബുണ്ട്, അതുപോലെ കാസിം സാഹിബുണ്ട്, വി കെ എം ഷാഫിയുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. സഹോദരി സഹോദരന്മാർ, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹിഷാം മുസ്ലിയാരുടെയും ഷിയാം മുസ്ലിയാരുടെയും ഒക്കെ സ്മരണകളും സംഭാവനകളും ഒക്കെ അയവിറക്കിക്കൊണ്ടുള്ള ഒരു ആത്മീയ സരണിയാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനൊരു ചരിത്രമുണ്ട്, അതൊന്ന് ചെറുതായിട്ടൊന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ കാലശേഷം ഖുലഫായ റാഷിദീങ്ങളുടെ ഭരണമായിരുന്നു. അതിനുശേഷമാണ് ഉമവി കാലഘട്ടം വരുന്നത്. ഉമവി കാലഘട്ടം മുആവിയ, യസീദ് തുടങ്ങിയ ഭരണാധികാരികളൊക്കെ വന്നു. ആ ഉമവി കാലഘട്ടത്തിന് ശേഷം ഒരു AD 750 അബ്ബാസിയ കാലഘട്ടം വരുന്നത്. അതൊരു AD 1260 വരെ ഒരു 500-ലധികം കൊല്ലക്കാലം അബ്ബാസിയ കാലഘട്ടം നീണ്ടു നിന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒട്ടോമൻ സാമ്രാജ്യമൊക്കെ വന്നു. അങ്ങനെ ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെ പോകുന്നു. ഒന്നാം ലോക മഹായുദ്ധം വരെ ഒട്ടോമൻ സാമ്രാജ്യം നിലനിന്നിരുന്നു. അതില് ഈ സൂഫിസം എന്നൊരു മഹത്തായ ഒരു ആശയധാരയാണ് നമ്മുടെ ഇഷാ മുസ്ലിയാരും ഷിയാമ മുസ്ലിയാരും നേരത്തെ കാസിം കോയ സാഹിബ് ഇവിടെ പരാമർശിച്ച പൊന്നാനിയിലെ മഹത്തുക്കളും ഇന്ത്യ മുഴുവനുമുള്ള നമ്മൾ വലിയ ബഹുമാനത്തോടെ സമീപിക്കുന്ന മഹാന്മാരും ഒക്കെ ആ സൂഫി പാരമ്പര്യത്തിന്റെ വലിയ കണ്ണികളാണ്. ഈ ഉമവി കാലഘട്ടം ഇസ്ലാമിൽ പിന്നെ ഖലീഫമാർക്ക് ശേഷം വന്നപ്പോ അന്നത് ഡമാസ്കസ് ആയിരുന്നു അതിന്റെ ആസ്ഥാനം. ആ ഭരണം ഇസ്ലാമിന്റെ അടിസ്ഥാന സങ്കല്പങ്ങളിൽ നിന്നൊക്കെ അകന്നു പോകുന്നുവോ ആഡംബരങ്ങളിലേക്ക് പോകുന്നുവോ എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള മഹാന്മാരൊക്കെ ഇസ്ലാമിന്റെ മഹത്തായ സന്ദേശം അതൊരു ആത്മശുദ്ധീകരണമാണ്, അത് സ്നേഹമാണ്, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സഹിഷ്ണുതയാണ് എന്ന വലിയ വിളംബരവുമായിട്ട് ഈ സൂഫി വര്യന്മാർ രംഗപ്രവേശനം ചെയ്യാൻ തുടങ്ങിയത്. അത് അബ്ബാസിയ കാലഘട്ടം വന്നപ്പോ ഈ സൂഫി വര്യന്മാർ ധാരാളമായിട്ട് അന്ന് അറേബ്യയിലുടനീളം പടിഞ്ഞാറൻ ഏഷ്യയിലുടനീളം ഉണ്ടായി. വലിയൊരു സുവർണ കാലഘട്ടമായിരുന്നു. ഒരുപാട് മഹാന്മാർക്ക് ജന്മം നൽകാൻ അന്നത്തെ കാലഘട്ടത്തിന് കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു 1258 വന്നപ്പോ ഈ അബ്ബാസിയ ഖിലാഫത്ത് ബാഗ്ദാദ് ആസ്ഥാനമാക്കിയിട്ട് ഇസ്ലാമിന്റെ ഒരു സുവർണ കാലം ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന കാലത്താണ് മംഗോളിയൻ ആക്രമണം ഉണ്ടായത്. 1258 അന്ന് ബാഗ്ദാദ് നിശേഷം തകർന്നടിഞ്ഞ് വീണത്. അങ്ങനെ അബ്ബാസിയ ഖിലാഫത്തിനൊരു പിന്നെ ഒരു കർട്ടൻ താഴുന്നൊരു ഘട്ടം വന്നപ്പോഴാണ് അന്ന് ആ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന മഹാന്മാരൊക്കെ ഈ മംഗോളിയൻ ആക്രമണവും അവരുടെ പകവീട്ടലും അവരുടെ ക്രൂരതയും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്തത്. അങ്ങനെ യാത്ര ചെയ്ത് വന്ന മഹാന്മാരാണ് നമ്മുടെ ഇന്നത്തെ വടക്കേ ഇന്ത്യയിലേക്ക് എത്തിപ്പെട്ടത്. അത് 11-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും 13-ാം നൂറ്റാണ്ടിലും ഒക്കെ അങ്ങനെ ഒരുപാട് മഹാന്മാർ നമ്മുടെ ദേശത്തേക്ക് വന്നു. അതില് ഹാജ മൊയ്നുദ്ദീൻ ചിസ്തിയുണ്ട്. അതുപോലെ തന്നെ
നിസാമുദ്ദീൻ ഔലിയുണ്ട്, ബാബ ഫരീദ് ഉണ്ട്, ഗുൽബർഗയിലുള്ള ഷെയ്ഖ് ഹൗസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മഹാന്മാർ നമ്മുടെ രാജ്യത്തേക്ക് വരികയും ഈ രാജ്യത്തൊരു വലിയ സൂഫി പാരമ്പര്യത്തിന് തുടക്കമിടുകയും ചെയ്തു. ഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലേക്കും നിരവധിയായ സൂഫികൾ വന്നെത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു വലിയൊരു പാരമ്പര്യം നമ്മുടെ നാട്ടിൽ ഉടലെടുത്തത്. ആ പാരമ്പര്യത്തിലെ എരമംഗലത്തെ കണ്ണികളാണ് സിയാം മുസ്ലിയാരും ഹാഷിം മുസ്ലിയാരും എന്നൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പൊന്നാനിയിലെ പല മഹാന്മാരും ആ പാരമ്പര്യത്തിന്റെ കണ്ണികളാണ്. അതാണ് ഇതിൻ്റെ ഒരു പാരമ്പര്യം. അതിനൊരു ആഗോള ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ട്, അതിൻ്റെ ഗതിവിഗതികളുമായിട്ട് ബന്ധമുണ്ട്. അവിടെ നിന്ന് പൊട്ടിപ്പടർന്ന് പല ദേശങ്ങളിലേക്ക് സഞ്ചരിച്ചതിൻ്റെ ചരിത്രമുണ്ട്. ആ ചരിത്രമാണ് ഇന്ത്യയിലെ സൂഫി വര്യന്മാരുടെ ചരിത്രം. ആ ചരിത്രത്തിന്റെ ഭാഗമാകാൻ ഈ ദേശത്തിനും കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പൂർവിക പുണ്യമായിട്ട് എണ്ണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ സൂഫിസം ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്ത് വലിയ തോതിലുള്ള ഒരു മതകീയ ഐക്യമൊക്കെ അന്ന് രൂപപ്പെട്ടത്. ഹിന്ദുവും മുസ്ലിമും മറ്റ് ജാതി വിഭാഗങ്ങളും ഒക്കെ ചേർന്നൊഴുകിയ ഒരു പുതിയൊരു സംസ്കാരം. നമ്മുടെ രാജ്യത്തിനൊരു മതേതര പാരമ്പര്യം ഉണ്ടെങ്കിൽ അത് ഈ സൂഫി പാരമ്പര്യത്തിൽ നിന്ന് ഉദിച്ചു വന്നതാണ്. കാരണം സൂഫികള് ഇന്ത്യയിലേക്ക് വന്ന കാലത്ത് വടക്കേ ഇന്ത്യ ഭരിച്ചിരുന്നത് ഡൽഹി സുൽത്താനേറ്റ് ആയിരുന്നു. ഗസ്നി, ഗോറി, ഗിൽജി, മാമുൽക്ക്, തുഗ്ലക്ക്, ലോധി ഒക്കെ അടങ്ങുന്ന ഡൽഹി സുൽത്താനേറ്റിന്റെ കാലത്താണ് സൂഫികൾ വന്നത്. പിന്നീട് മുഗളന്മാർ വന്നപ്പോൾ തീർച്ചയായിട്ടും ഈ സൂഫി പാരമ്പര്യം ഒന്നുകൂടി ഇവിടെ തഴച്ചു വളരുകയുണ്ടായി. ഞാൻ ഓർക്കുന്നു ദാരാ ഷിക്കോ എന്ന പിന്നെ അക്ബറിന്റെ മകനൊക്കെ കൃത്യമായ ഒരു സൂഫി പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് ഹിന്ദു മുസ്ലിം ഈ പറഞ്ഞ സൂഫി പാരമ്പര്യത്തെ, ഹിന്ദു പാരമ്പര്യം എന്നാൽ അതൊരു മഹർഷി യോഗി സന്യാസ പാരമ്പര്യമുണ്ട്, അതും സൂഫി പാരമ്പര്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളും നിരവധിയായ കാവ്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായി. സൂഫി പാരമ്പര്യം ഇന്ത്യക്ക് സംഭാവന ചെയ്ത പൊതുവായ കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ സംഗീതം അതിനൊരു പ്രധാനമാണ്. അമീർ ഖുസ്രുവിനെ പോലെയുള്ള ആളുകൾ ഗസല് വന്നു, അതുപോലെ തന്നെ ഖവാലി വന്നു. നമ്മുടെ അക്കാലത്തെ സൂഫികളൊക്കെ വലിയ ഖവാലി ഗായകർ കൂടിയായിരുന്നു. ഖാജ മൊയിനുദ്ദീൻ ചിസ്തിയും പിന്നെ നമ്മുടെ നിസാമുദ്ദീൻ ഔലിയൊക്കെ നമ്മുടെ ഖവാലി ഗായകർ കൂടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാദ്യോപകരണങ്ങൾ ചിലതൊക്കെ അവതരിക്കപ്പെട്ടത് ആ കാലത്താണ്. അതുപോലെ തന്നെ മനോഹരമായ ശില്പവിദ്യകൾ ഈ രാജ്യത്ത് വന്നു. ഒരു സൂഫി പാരമ്പര്യത്തിൻ്റെതായ ഒരു ആർക്കിടെക്ചർ, അതായത് ഒരു വാസ്തുശില്പകല ഈ രാജ്യത്തിന് സൂഫികൾ സംഭാവന ചെയ്തു. സ്നേഹം വിനിമയം ചെയ്തു, സഹിഷ്ണുത തന്നു, പരസ്പരം ചേർത്ത് പിടിക്കലിന്റെ മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. ഹിന്ദു, മുസ്ലിം, സിഖ് ധാരകളൊക്കെ ഒരുമിച്ച് തഴച്ച് വളർന്ന് ചേർന്നൊഴുകുന്ന ആ വലിയൊരു പാരമ്പര്യം സൂഫികൾ തന്നതാണ്. ആ സൂഫി വര്യന്മാരുടെ ഈ 116ാമത്തെ ആണ്ട് വാർഷികമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നടത്തുമ്പോൾ നമുക്ക് ഇതിനൊരു ചരിത്രമുണ്ട്, ഇതിനൊരു രാഷ്ട്രീയമുണ്ട്, ഇതിനൊരു പൈതൃകമുണ്ട്, ഇതിന് വലിയൊരു പിൻബലമുണ്ട്, ഐതിഹാസികമായൊരു ധാര ഇതിന്റെ പുറകിലുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സമ്പൂർണമായ അർത്ഥത്തിൽ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കാലത്തെ നമ്മുടെ പരിസരങ്ങളിലെ പ്രതിസന്ധികൾക്ക് ഇതിൽ ഒരുപാട് പരിഹാരങ്ങളുണ്ട്. ആ പരിഹാരങ്ങളെ നമ്മുടെ പൊതുജീവിതവുമായി ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ രണ്ട് ഹിസാം മുസ്ലിയാരുടെയും സിയാം മുസ്ലിയാരുടെയും ഒക്കെ സംഭാവനകളോട് നമ്മൾ നീതി പുലർത്തുക. അങ്ങനെ എവിടെയൊക്കെ മൺമറഞ്ഞു പോയ ഈ സൂഫി വര്യന്മാരുണ്ടോ അവരുടെയൊക്കെ സംഭാവനകളെ നീതീകരിക്കണമെങ്കിൽ, അതിനെയൊക്കെ നമ്മൾ യഥാവിധി അനുധാവനം ചെയ്യണമെങ്കിൽ ഈ വലിയ പാരമ്പര്യം മനസ്സിലാക്കണം. അതിൻ്റെ ചേർത്ത് നിർത്തലുകൾ, അതിൻ്റെ സഹിഷ്ണുത, അതിൻ്റെ സ്നേഹം, പാരസ്പര്യം, ഏകോപനം, നയം, ലവ് ആൾ ഹേറ്റ് എനിവൺ എന്നാണ് സൂഫികളെ കുറിച്ച് പറയാറുള്ളത്. എല്ലാവരെയും സ്നേഹിക്കുക, ആരെയും വെറുക്കാതിരിക്കുക എന്ന്. തീർച്ചയായിട്ടും ആ മഹത്തായ സന്ദേശം നമുക്ക് യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് ഉയർത്തിപ്പിടിച്ച് ഇഹലോകവും പരലോകവും ധന്യമാക്കാനുള്ള ആ വലിയ പ്രവർത്തനങ്ങളുമായിട്ട് നാളുകളിൽ മുന്നോട്ട് പോകാം എന്നൊരു പ്രതീക്ഷ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. കുറഞ്ഞ സമയം കൊണ്ട്
ധാരാളം വിഷയങ്ങൾ അവതരിപ്പിച്ച നമ്മുടെ മുഖ്യമന്ത്രി നൗഷാദ് അലി സാഹിബിനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതൽ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമ്മുടെ എരമംഗല മക്കാം 116 ആണ്ട് നേർച്ചയുടെ സാംസ്കാരിക സമ്മേളനത്തിൽ VKM ഷാഫി സാഹിബ് പ്രഭാഷണം നടത്തുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാഫി സാഹിബിനെ സഭനയം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ, മഹലിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ്, പ്രിയപ്പെട്ട TM അബൂബക്കർ ഹാജി അവർകൾ, ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ കേരള വഖഫ് ബോർഡ് ചെയർമാൻ പ്രിയങ്കരനായ MK സക്കീർ സാഹിബ്, ഇവിടെ നമ്മോട് സംസാരിച്ച പ്രിയങ്കരായിട്ടുള്ള ഉസ്താദ് കാസിം കോയ സാഹിബ്, പ്രിയങ്കരനായ നൗഷാദ് അലി സാഹിബ്, വേദിയിൽ ഉപയോഗിച്ചതായിട്ടുള്ള സദ്ദീഖ് മൗലവി ഐലക്കാട് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, എരമംഗലം മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് സിയാം മുസ്ലിയാരുടെയും ഇഷാ മുസ്ലിയാരുടെയും 116ാമത് ആണ്ട് നേർച്ചയോടനുബന്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സാംസ്കാരിക സമ്മേളനം കൂടി സംഘടിപ്പിച്ച മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയെ ഈ സമയത്ത് പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നേരത്തെ ഇവിടെ സംസാരിച്ചവർ മുഴുവനും പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ സക്കീർ സാഹിബും പ്രിയപ്പെട്ട നൗഷാദ് അലി സാഹിബും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേ രീതിയിൽ കോർത്തിണക്കി മുന്നോട്ട് പോകാനാണ് ആത്മീയ രംഗത്ത് വലിയ രീതിയിൽ വെളിച്ചം പകർന്ന് മുന്നോട്ട് പോയിട്ടുള്ള മുൻഗാമികളൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകൾ അത്തരം ഒരു സമൂഹ നിർമ്മിതിയിൽ അവർക്കാർക്കും തടസ്സമായിരുന്നില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, സാമൂഹ്യ നിർമ്മിതിയിൽ അതൊന്നും തടസ്സമായിരുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ഏറ്റവും നിർണായകമായ കുഞ്ചിക സ്ഥാനങ്ങളിൽ പോലും മറ്റു മതസ്ഥലുള്ള ആളുകളെ ഉൾപ്പെടുത്തിയുള്ള ഒരു ഇൻക്ലൂനിയസ്, ഒരു കൂട്ടിച്ചേർക്കലിൻ്റെ ജൈത്രയാത്രയാണ് ആത്മീയ രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള മുഴുവൻ ആളുകളെയും പരിശോധിച്ചു നോക്കിയാൽ നമുക്കൊക്കെ കാണാൻ വേണ്ടി കഴിയുക. ആ രീതിയിൽ ഒരുമിച്ച് പോകേണ്ട, ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെ മഹിതമായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഈ പുതിയ കാലത്ത് അതിനെയെല്ലാം തകർക്കുന്ന രീതിയിൽ ഏതെങ്കിലും രൂപത്തിലുള്ള അജണ്ടകൾ ആദ്യം സെറ്റ് ചെയ്ത് ആ അജണ്ടകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, നമ്മുടെ ഈ പ്രവിശാലമായി ശാന്തസുന്ദരമായി ജീവിക്കുന്ന നമ്മുടെ ഈ മലയാളികൾക്കിടയിൽ പോലും, കേരളത്തിൽ പോലും അത്തരത്തിലുള്ള വിഷവിത്തുകൾ അടുത്ത കാലത്തായി കൂടുതൽ പൊന്തി വരുന്ന, അത്തരത്തിൽ വിമർശനങ്ങളും അത്തരത്തിൽ ആരോപണങ്ങളും ഉന്നയിക്കുന്നവരെ വലിയ സ്വീകാര്യത കൊടുക്കുന്ന ഭരണാധികാരികൾ പോലും നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ വർത്തമാന കാലത്തിൽ വളരെ ആശങ്കയോടുകൂടി നമ്മൾ കാണേണ്ട സാഹചര്യമുണ്ട് എന്ന് ഈ സാംസ്കാരിക സമ്മേളനം നമ്മെ ഉണർത്തുന്നുണ്ട്. ആ ഒരു വലിയ ആശങ്കയിലൂടെ പോകുന്ന ഒരു സമയമാണ്. ഞാൻ സൂചിപ്പിച്ചത് അതിൻ്റെ ഒരു എത്രത്തോളമാണ് അതിൻ്റെ ഒരു പ്രശ്നമുള്ളത്, അതിൻ്റെ ഒരു ഭീകരത എത്രത്തോളമാണുള്ളത്. ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെപ്പോലെ ജീവിക്കാൻ നമുക്ക് സുന്ദരമായി, നമുക്ക് വലിയ അതിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയാവുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ആ രൂപത്തിലുള്ള അംഗീകാരങ്ങളും ആ രൂപത്തിലുള്ള പ്രശംസകളും ഭരണാധികാരികളുടെ കൂടി ഭാഗത്തുണ്ടാകുന്ന ഈ കാലത്ത് അതീവ ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോകണം എന്നാണ് ഈ സാംസ്കാരിക സമ്മേളനം നമ്മോട് വിളിച്ചു പറയുന്നത്.
ആ രീതിയിൽ നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയുണ്ട്, നമ്മുടെ മുമ്പിൽ ഒരു മഹിതമായിട്ടുള്ള മാതൃകയുണ്ട്. ആ മാതൃകയാണ് പ്രിയപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഇവിടെ വരച്ചു കാട്ടിയത്. ആ മാതൃക നമുക്ക് നേതൃത്വം നൽകിയിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠരായ ആത്മീയ തേജസ്സുകളായിട്ടുള്ള ചിയാ മുസ്ലിയാരെ പോലെ, ഇഷാ മുസ്ലിയാരെ പോലെ നമ്മുടെ പൊന്നാനി താലൂക്കിന്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു വലിയ മാതൃകയാണ്. ആ മാതൃകയിലേക്കുള്ള തിരിഞ്ഞു നടത്തമാണ് ഇതിനൊക്കെ പരിഹാരമായി നമ്മുടെ മുമ്പിലുള്ളത് എന്നാണ്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഈ ആണ്ടുനേർച്ചയുടെ ഭാഗമായി ഒരു സാംസ്കാരിക സമ്മേളനം കൂടി ഈ വർത്തമാനകാലത്ത് സംഘടിപ്പിക്കണം എന്ന ഒരു ചിന്ത മഹല്ല് കമ്മിറ്റിക്കും അനുബന്ധ സംഘാടക സമിതിക്കൊക്കെ വന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ ജാഗ്രതയോടുകൂടി എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിയാവുന്ന നല്ല മനസ്സുകളായി നമുക്ക് മുന്നോട്ട് പോകണം. ആ രീതിയിൽ മുന്നോട്ട് പോക്കിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായി, ഒരു വേദിയായി ഈ സാംസ്കാരിക സമ്മേളനം മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇഷാ മുസ്ലിയാരായാലും ഷിയാ മുസ്ലിയാരായാലും അവരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മഹിതമായിട്ടുള്ള മാതൃകൾ, ഉദാത്തമായ പ്രവാചക സ്നേഹത്തിന്റെ നമുക്ക് കൃത്യമായി അതിന്റെ പര്യായം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയാവുന്ന ആളുകളാണ്. അവരുടെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു പുണ്യമായ ജീവിതം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുമ്പോൾ അതിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അഭിലഷണീയമായിട്ടുള്ള കാര്യം. അതിനേക്കുള്ള ഒരു പ്രചോദനമായി, ഒരു ഉത്തേജനമായി ഈ ആണ്ടുനേർച്ചയുടെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മാറട്ടെ എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകണം. നമ്മൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിലുമൊക്കെ സംഘാടകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. എന്തിനാണ് നമ്മൾ ഇങ്ങനെ, ഉദ്ഘാടകൻ തന്നെ അത് എടുത്തു പറഞ്ഞു, എന്തിനാണ് ഏകോദര സഹോദരങ്ങളായി ഒരു മഹല്ലത്തിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ബോഡിയുടെ വളരെ കൃത്യമായി അതിന്റെ കൈകാര്യകർത്താക്കളായി ഒരുമിച്ച് പോകേണ്ട ഒരു നാട് പലതിൻ്റെയും പേര് പറഞ്ഞ് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ പറയേണ്ടിടത്ത് പറഞ്ഞ്, സംസാരിക്കേണ്ടിടത്ത് സംസാരിച്ച് അതിലൊക്കെ സൊല്യൂഷൻ കണ്ട്, പരിഹാരം കണ്ട് മുന്നോട്ട് പോവുക എന്നല്ലാതെ ഈ സോഷ്യൽ മീഡിയയിലും മറ്റു രീതിയിലുമുള്ള കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത് അതൊരിക്കലും ഉചിതമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെയുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നവർ അതൊക്കെ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ, പരിശുദ്ധമായ ഈ മഹല്ലത്തിനെ ഓർത്തുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ മാറി നിന്ന് നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ സമൂഹത്തിനും ഈ സമുദായത്തിനും നേതൃത്വം കൊടുക്കാൻ കഴിയാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ച് 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 പോകല്ലേ എന്ന് പരിശുദ്ധമായ ഖുർആൻ, ഉത്തമ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ്. ആ കൽപ്പനകൾ, ആ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ, ആ ഒരു പരിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു ആണ്ടുനേർച്ചയോടുകൂടി നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി നമുക്ക് ഒരു വലിയ വിജയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ മഹല്ലത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാവരും ശ്രമിക്കണം എന്നുകൂടി ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ സാംസ്കാരിക സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹാരഥന്മാരുടെ ദറജ അല്ലാഹു ഉയർത്തിക്കൊടുക്കട്ടെ. അവരോടൊപ്പം അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷാഫി സാഹിബിന് എല്ലാവിധം നന്ദിയും അറിയിക്കുകയാണ്. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ ശോഭിച്ചു നിൽക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി തലമംഗല മഖാം 116-ാം ആണ്ടുനേർച്ചയിലെ സാംസ്കാരിക സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേരള മദ്രസ ബോർഡ് മെമ്പറായ സിദ്ദീഖ് മൗലവി ഉസ്താദിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു.
ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ അധ്യക്ഷൻ അബൂബക്കർ ഹാജി, ജനറൽ സെക്രട്ടറി, അതുപോലെ VKM ഷാഫി സാഹിബ്, ഉസ്താദ് മസാരി ഹസനി, മറ്റ് ഉസ്താദുമാർ, പ്രിയപ്പെട്ട നേതാക്കൾ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒത്തുകൂടൽ അവന്റെ പൊരുത്തത്തിലായി സ്വീകരിക്കുമാറാകട്ടെ. ഒരു സാംസ്കാരിക സമ്മേളനം നമ്മുടെ നേർച്ചയോടനുബന്ധിച്ച് തെരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ സാംസ്കാരിക സമ്മേളനം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഇതര മതസ്ഥരായ, ഇതര ആശയക്കാരായിട്ടുള്ള ആളുകളൊക്കെ വിളിച്ചു ചേർത്ത് സ്റ്റേജിലും സദസ്സിലും രണ്ടിടത്തും എല്ലാ സംസ്കാരങ്ങളുടെയും പ്രതിനിധികൾ വന്നിരുന്ന് നാം ഈ സംസ്കാരങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നതോടൊപ്പം നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ പരിപക്വമായ സന്ദേശമെന്ന് അവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഉള്ള ഒരു ശ്രമമാണ് സാംസ്കാരിക സമ്മേളനം. പിന്നെ ആദ്യം തന്നെ നമ്മൾ മറ്റ് സമുദായത്തെ ചേർത്ത് പിടിക്കുന്നതിന് മുമ്പ് ഷാഫി പറഞ്ഞ പോലെ നമ്മുടെ സമുദായം ഒന്ന് ചേർന്ന് നിൽക്കണ്ടേ? അതിനെന്താ നമ്മൾ എന്ത് സമ്മേളനം നടത്തേണ്ടത്? നമ്മുടെ ഈ മഹാന്മാർ 116 കൊല്ലം മുമ്പ് നമ്മിൽ നിന്ന് വിട പറഞ്ഞ്, അതിനേക്കാൾ കൂടുതലുണ്ടാവും, മുമ്പ് വിട പറഞ്ഞ അവരെ വെച്ചുകൊണ്ട് അവരുടെ സംസ്കാരം, അവരുടെ സ്നേഹമിശ്രണമായിട്ടുള്ള സന്ദേശം, ആ സന്ദേശമാണല്ലോ ഇതിന്റെ പ്രചോദനം. എങ്കിൽ എന്തുകൊണ്ട് കമ്മിറ്റി പോട്ടെ, അല്ലെങ്കിൽ നടത്തുന്ന സ്വാഗത സംഘം പോകട്ടെ, ഇതിന്റെ ചേതോവികാരം ഇവിടെ കിടക്കുന്ന മഹത്തുക്കളാണെന്ന ഒരു ധാരണയെങ്കിലും വെച്ച് ഈ സംഭവത്തോട് പുറംതിരിഞ്ഞു നിൽക്കാതെ, സഹകരിക്കണ്ട, പുറംതിരിഞ്ഞു നിൽക്കാതെ ഇരുന്നുകൂടെ? ഞാൻ ആകെ ഞെട്ടിപ്പോയി ബോർഡ് ചെയർമാൻ അത് പറഞ്ഞിട്ട്. ഇവിടെ കമ്മിറ്റിയിൽ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് സന്ദേശം ചെന്നു എന്ന് പറഞ്ഞാൽ എന്ത് സംസ്കാരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? എന്ത് സംസ്കാരമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്? എന്തിനാണ് ഈ പ്രവർത്തിക്കുന്നത്? ദീനിന്റെ പേരില്ല. ഇനിയും ഇത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? ഇവിടെ അബ്ദു ഹാജി ശാരീരികമായി വളരെ വലിയ പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നിങ്ങൾ നോക്കൂ, രാജ്യത്താകപ്പാടെ പല പ്രശ്നങ്ങളുടെ പേരിലും മഹല്ലുകളിൽ കത്തിക്കുത്തും പള്ളിപൂട്ടലും പോലീസും ഒക്കെയായി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ എരമംഗലം മഹല്ലിനെ ഒരേ ചരടിൽ നിർത്തിക്കൊണ്ട് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും പ്രകടമാക്കാതെ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് നയിച്ച ഒരു വിഭാഗമാണ് ഇരിക്കുന്നത്. മറക്കാൻ കഴിയും? ആർക്കാണ് അതിന് കഴിയുക? ആർക്കാണ് അതിന് കഴിയുക? അതൊരു വലിയ കാര്യമായിട്ട് തന്നെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് എരമംഗലത്ത് എന്ത് പരിപാടി ആരും വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഒക്കെ വരും. നമ്മളാരും ഇവരെ കണ്ടിട്ടല്ലല്ലോ വരുന്നത്. ഇവിടെ കേൾക്കുന്ന മഹത്തുക്കളെ കണ്ടിട്ടല്ലേ ഇതിനൊക്കെ നമ്മൾ സഹകരിക്കുന്നത്. ഇവര് നന്നായി പ്രവർത്തിക്കുമ്പോൾ അവരെ സ്വാഗതം ചെയ്യുകയും അവർക്ക് ശക്തി പകരുകയും ചെയ്യണ്ടേ? ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സംസ്കാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സംസ്കാരം ഇസ്ലാമിക സംസ്കാരം തന്നെ. മറ്റു സംസ്കാരങ്ങളെ ഇകഴ്ത്തി പറയുകയല്ല, ഇസ്ലാമിക സംസ്കാരമാണ് എന്ത് മറ്റുള്ള മതങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളത് ഇസ്ലാമിക സംസ്കാരം. അതുകൊണ്ടാണല്ലോ അങ്ങനെ യമനിൽ കിടക്കുന്ന ഒരു നിമിഷപ്രിയയെ തൂക്കാൻ വിധിച്ച ദിവസം ഇന്ന് വരെ അതിനെ കൊന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വധിച്ചിട്ടില്ല. എന്താ കാരണം? അതാണ് സൂഫിസം. അതാണ് നേരത്തെ ചരിത്രപരമായ ആമുഖത്തിലൂടെ നമ്മുടെ KPCC സെക്രട്ടറി നൗഷാദ് അലി സാർ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സമയക്കുറവും സദസ്സിൻ്റെ കൊണ്ടുമാണ് അദ്ദേഹം പിന്നെ അവിടെ നിർത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ചരിത്രപരമായ കാര്യങ്ങൾ. ആ നിമിഷപ്രിയെ ഇവിടുന്ന് ഒരു ഫോണാണ്. ആര്? നമ്മുടെ സൂഫി നേതാവായ സുൽത്താനുൽ മകാന്തപുരം. എവിടേക്ക്? യമനിലെ സൂഫി പണ്ഡിതനായ ബഹുമാനപ്പെട്ട യമനിലെ സൂഫി പണ്ഡിതൻ ഉമർ ഹഫീൽ തവ്വലല്ലാഹു ഉംറഹു വനഫഅനാ ബിബറകാതിഹി ഫിദ്ദാറൈൻ. മഹാനായ ഉമർ ഹഫീൽ എന്ന് പറയുന്ന സൂഫി ശൃംഖലയിലെ നേതൃത്വപരമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫോൺ. ആ സൂഫി അവിടെ പ്രവർത്തിച്ചു. ആ ജീവനെ സംരക്ഷിക്കപ്പെടേണ്ട
ചെയ്യേണ്ടതുണ്ട്. അതിന്റെ മതം നോക്കിയില്ല. ഇതാണ് സംസ്കാരം. ഇത് ഇസ്ലാമിക സംസ്കാരം. ഇതാണ് ഇസ്ലാമിക സംസ്കാരം. മറ്റേ ശബരിമലയില് എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ തലവത്തും പറഞ്ഞാലും വാവരുടെ പള്ളി പിന്നെ അവിടുന്ന് പുറത്താക്കണം എന്നാണ് ചില ശബ്ദങ്ങളൊക്കെ ഉയരുന്നത്. ആവട്ടെ, അപ്പൊ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് കാണാം ഇത് നിങ്ങളും ഞാനും ഉണ്ടാക്കിയതല്ലത്. ഇതിവിടുത്തെ മഹത്തുക്കൾ സംവിധാനിച്ച മതസൗഹാർദ്ദത്തിന്റെ, ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ മകുടോദാഹരണങ്ങളാണ്. ഇങ്ങനെ നമ്മുടെ രാജ്യം സാംസ്കാരികമായി ഇത്രമാത്രം ഉന്നതി പ്രാപിക്കാനുള്ള കാരണം സൂഫികളാണ്, സൂഫി പണ്ഡിതന്മാരാണ്. അതാണ് അവർ പറഞ്ഞതൊക്കെ. അത് സ്നേഹത്തിന്റെ പ്രപഞ്ചമാണ്. അതാണ് അജ്മീറിൽ ഇപ്പൊ ചെന്നാൽ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ മറ്റു മതക്കാരാണ് അവിടെ സിയാറത്തിന് വരുന്നത്. ഇതെല്ലാം തന്നെ ഈ രാജ്യത്ത് നിന്ന് ഉച്ചാടനം ചെയ്ത് സമൂഹത്തിൽ ഭിന്നിപ്പും കച്ചുവഴക്കും രൂക്ഷമാക്കി മുസ്ലിം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചൈതന്യം ഊതിക്കെടുത്താൻ ശ്രമിച്ച ഒരു വിഭാഗം ഇതിന് നല്ലൊരു ഉത്തരവാദികളാണ്. ഞാനിപ്പോ അത് പറയുന്നില്ല. അവരൊക്കെ മുഖ്യധാരയിലേക്ക് വരണം. നേരത്തെ ഷാഫി ഓതിയതുപോലെ നാം ഒറ്റക്കെട്ടായി നിൽക്കണം. ഭിന്നിക്കാതെ പരിശുദ്ധ ഇസ്ലാമികമായ അതിനെല്ലാം ഉണ്ട്. ഇതിൽ മതസൗഹാർദ്ദമുണ്ട്, ചേർത്ത് നിർത്തലുണ്ട്, എല്ലാം ഉണ്ട്. അത് പഠിപ്പിച്ചത് ഇസ്ലാമാണ്. ഇവിടെ കഴിഞ്ഞ കൊല്ലം വരെ നടന്നിരുന്ന ഓരോ പരിപാടികളും വലിയ സാംസ്കാരിക സമ്മേളനം തന്നെയാണ്. പിന്നെ ഇതര മതസ്ഥരായ കുറച്ച് പ്രതിനിധികളെ സ്റ്റേജിലിരുത്തണം, ഇതര ആശയക്കാരായ ആളുകളെ സദസ്സിലും കൊണ്ടുവരണം. എന്നിട്ട് പറയുന്നവരും കേൾക്കുന്നവരും ഒരു മാനസികമായ ഒരു ഐക്യം ഉണ്ടാവണം. ഇതാണ് ഈ സാംസ്കാരിക സമ്മേളനം എന്ന് പറഞ്ഞാൽ. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യമെങ്കിലും നമുക്കതിന് ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ സാംസ്കാരിക സമ്മേളനം ഇവിടെ സമാപിക്കുകയാണ്. വളരെ സ്തുത്യർഹമായ, വളരെ ജീവിതത്തിൽ പകർത്തേണ്ട ധാരാളം കാര്യങ്ങളാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ നമുക്ക് നൽകിയിട്ടുള്ളത്. അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ ആണ്ട് നേർച്ചയുടെ അതിമഹത്തായ പ്രഭാഷണ പരിപാടി ബഹുമാനപ്പെട്ട പ്രമുഖ പ്രഭാഷകൻ നസീബ് മന്നാനി തിരുവനന്തപുരം നാളെ പ്രഭാഷണം നടത്തുന്നു. എല്ലാ സഹോദരന്മാരും അതിൽ പങ്കെടുക്കണമെന്ന് വളരെ ഉന്നതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മഹത്തായ പരിപാടിയിൽ ദുആ നടത്തിയ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ, സ്വാഗതം ആശംസിച്ച നമ്മുടെ സെക്രട്ടറി ഹമീദ് സാഹിബ്, അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ കേരള വഖഫ് ബോർഡ് ചെയർമാൻ ഷക്കീർ സാഹിബ്, അതുപോലെ തന്നെ നൗഷാദ് അലി സാഹിബ്, ഷാഫി സാഹിബ്, കാസിം കോയ ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സദീഖ് മൗലവി ഐലക്കാട് തുടങ്ങിയ എല്ലാ നേതാക്കൾക്കും ഈ മഹത്തായ വേദിയെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, നാട്ടിലെ സഹോദരന്മാർ, സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഒരു കർമ്മമായി നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. നാളത്തെ പരിപാടിക്ക് എല്ലാവരും നേരത്തെ തന്നെ എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തി 3 സ്വലാത്തോടുകൂടി ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.